അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അബ്ബാസി കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധനായ കവിയാണ് അസ്മഈ. വലൗലൗൽ അസ്മഈ ലദഹബ സുലുസുൽ ലുഗ. അസ്മഈ ഇല്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ 1/3 തന്നെ ഇല്ലാതാകുമായിരുന്നു എന്ന് അറബി ഭാഷ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്ര അറബി ഭാഷയിൽ കഴിവുള്ള അസ്മഈ ഒരിക്കൽ പരിശുദ്ധ ഖുർആനിലെ വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്ത് വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അവസാനിപ്പിക്കുകയാണ്. ആ സദസ്സിലുള്ള ഒരു അറാബി, നിരക്ഷരനായ ഒരു വ്യക്തി, അദ്ദേഹം അസ്മഈയോട് ചോദിച്ചു, കലാമു മൻ ഹാദ, ഇതാരുടെ കലാമാണ്, ഇതാരുടെ സംസാരമാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഹാദ കലാമുല്ലാഹ്. എന്തിനാണ് സംശയം, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഉടനെ അദ്ദേഹം പറയുന്നു, എങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആ ആയത്തൊന്ന് ആവർത്തിക്കുമോ? അസ്മഈ വീണ്ടും ആ ആയത്ത് പാരായണം ചെയ്തു. അറാബിയുടെ മറുപടി, വല്ലാഹ് ഹാദാ ലൈസ ബി കലാമില്ല, അള്ളാഹു തന്നെയാണ് സത്യം, ഇത് അള്ളാഹുവിൻ്റെ കലാമല്ല, ഇത് അള്ളാഹുവിൻ്റെ സംസാരമല്ല. നിങ്ങളൊന്ന് പരിശോധിക്കണം. അദ്ദേഹം പരിശോധിച്ചു. ഓതിയ ആയത്ത് വല്ലാഹു ഗഫൂറുൻ റഹീം എന്നല്ല, വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. ഉടനെ അസ്മഈ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഹൽ തഹ്ഫളുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹിഫ്ളിൽ നിന്നാണോ ഇത് അള്ളാഹുവിൻ്റെ കലാമല്ല, അള്ളാഹുവിൻ്റെ ആയത്തല്ല എന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടില്ല. ഹൽ തഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഈ ആയത്ത് മുമ്പ് പാരായണം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ മുമ്പ് ഈ ആയത്ത് പാരായണം ചെയ്തിട്ടുമില്ല. കൈഫ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ഓതിയ ആയത്തിൽ അബദ്ധമുണ്ട് എന്ന്? അവിടെ വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നമുക്കറിയുന്നതുപോലെ ആയത്ത് മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മോഷണം നടത്തിയ വ്യക്തിയുടെ അയാളുടെ കൈ മുറിച്ചു മാറ്റണമെന്ന ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അറാബി നൽകിയ മറുപടി, അള്ളാഹു അവിടെ കൈ മുറിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത്. അസ്സ ഫഹകമ ഫഖതഅ, കാരണം അള്ളാഹു അസീസാണ്. അതുകൊണ്ട് തന്നെ അവൻ ഹക്കമ, അവൻ വിധിച്ചു, അവൻ്റെ വിധി ഖതഅ, മുറിക്കുക എന്നതാണ്. വലൗ ഗഫറ, അവിടെ ഗഫൂറുർ റഹീം എന്നായിരുന്നുവെങ്കിൽ, അള്ളാഹു പൊറുത്തു എന്നായിരുന്നുവെങ്കിൽ, വറഹിമ ലം യഖ്ത, അവൻ കാരുണ്യം കാണിക്കുമായിരുന്നു, ഒരിക്കലും അവിടെ കൈ മുറിക്കാൻ പറയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളിലും ഓരോ ആയത്തുകളിലും ഭാഷാപരമായ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാം പഠിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച എന്നുള്ളത് നമ്മുടെ ജോലിയോ നമ്മുടെ സാലറിയോ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് ഒന്നുമല്ല. നമ്മുടെ ഉയർച്ച നമ്മുടെ ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നാഫി ഇബ്നു അബ്ദുൽ ഹാരിസിനെ ഉസ്ഫാനിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ഗവർണറാണ്, ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ ഉസ്ഫാനിൽ വെച്ച് കണ്ടപ്പോൾ നാഫിഇനോട് ഉമർ റളിയല്ലാഹു തന്റെ ചോദ്യം, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പ്രദേശത്തെ, മക്കയുടെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി, ഇബ്നു അബ്സ,
ഇബ്നു അബ്സയെയാണ് ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പേര് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തന്നെ ചോദിക്കുന്നു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? ആരെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? ഉടനെ നാഫിഇന്റെ മറുപടി, മൗലം മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ്, ഒരു മൗലയാണ്. ഒരു മൗലയെയാണ് ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തന്റെ ചോദ്യം, ഫസ്തഖലഫ്ത അലൈഹിം മൗലം മിൻ മവാലീന, നിങ്ങൾ ഒരു അടിമയെയാണോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്? ഗവർണറായി ഒരു വലിയ പ്രദേശത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു മൗലയായ മനുഷ്യനെയാണോ? പ്രിയമുള്ളവരെ, അതിന് ഇമാം നാഫി നൽകിയ മറുപടി അത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം നൽകുന്ന മറുപടി, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ, അദ്ദേഹം മൗലയാണെങ്കിലും ഉമർ അറിയുക, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇൽമുള്ള മനുഷ്യനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് ചോദിച്ചില്ല ഉമർ. അറിയുക, അല്ലാഹുവിന്റെ കിതാബിൽ അറിവുള്ള വ്യക്തിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയുന്നു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ, അറിയുക, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയൽഉ ബിഹി ആഖരീൻ. ഇതാ അല്ലാഹു തആല ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും. അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട്, അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് അവർക്കൊരു പക്ഷേ നാട്ടിൽ പേരുണ്ടാകണമെന്നില്ല, ഉയർന്ന ജോലികൾ ഉണ്ടാകണമെന്നില്ല, മറ്റു ഭൗതികമായ നമ്മൾ കാണുന്ന ഉയർച്ചകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ റബ്ബ് ഉയർത്തുന്നത് അവന്റെ കിതാബ് കൊണ്ടാണ്. അവന്റെ കിതാബിൽ ഇൽമില്ല എങ്കിൽ, അവന്റെ കിതാബിൽ അറിവില്ല എങ്കിൽ അല്ലാഹു തആല അവരെ താഴ്ത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്. നമ്മുടെ തൂക്കം ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു മരത്തിലേക്ക് കയറിയപ്പോ, ശക്തമായ ഒരു കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾ സ്വഹാബത്ത് കണ്ട്, സ്വഹാബത്ത് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. ആ മെലിഞ്ഞ കാലുകൾ കണ്ട് സ്വഹാബത്തിന് ചിരി വന്നുപോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂലേ, ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാലുകൾ ഉണ്ടല്ലോ, അതാണ് ഞങ്ങളെ ചിരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം. സ്വഹാബ അറിയുക, അല്ലാഹു തന്നെയാണ് സത്യം. ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദ്, മദീനയിലെ ചുവന്ന പർവ്വതമുണ്ടല്ലോ, ഉഹദ് മലയുണ്ടല്ലോ, ആ ഉഹദ് മലയേക്കാൾ നാളെ മീസാനിൽ മഹാനായ ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാലുകൾക്ക് തൂക്കമുണ്ടാകും. ഇബ്നു മസ്ഊദിന്റെ തൂക്കം എന്താണ്? ഖുർആനിലുള്ള ഇൽമാണ്. ഖുർആനിനു വേണ്ടി ചടഞ്ഞിരുന്ന് ഖുർആനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്നതാണ് നാളെ മീസാനിൽ അദ്ദേഹത്തെ തൂക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാരമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകൾ മാത്രമല്ല നമ്മെയും നാളെ മീസാനിൽ തൂക്കും. അവിടെ നമ്മുടെ തൂക്കം എന്തായിരിക്കും, എത്രയാണ് ഖുർആനിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഖുർആനുമായി നമുക്കൊരു ബന്ധം വേണം. അതിനൊന്നാമതായി ഖുർആനിന് നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ എത്ര തിരക്കുള്ളവരാകട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഏതാകട്ടെ, ഖുർആനിന് നമ്മൾ സമയം കൊടുത്താൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ മസലു സാഹിബിൽ ഖുർആൻ കമസലിൽ ഇബ്ലിൽ മുഅഖല. ഇതാ അറിയുക, സാഹിബുൽ ഖുർആൻ, ഖുർആനിനെ സ്വാഹിബാക്കുന്നവൻ, അവന്റെ ഉദാഹരണം ഒട്ടകത്തെ കെട്ടിയിട്ടവനെ പോലെയാണ്. ഇൻ ആഹദ അലൈഹ അംസകഹ വഇൻ അത്ലഖഹ ദഹബത്. ആ ഖുർആനിന് നിങ്ങൾ സമയം നൽകിയാൽ, ഖുർആനുമായി നിങ്ങൾ ബന്ധം പുലർത്തിയാൽ അത് നിങ്ങളെ കൂടെ ഉണ്ടാകും. അല്ല, ഖുർആനിന് സമയം കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഖുർആൻ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഖുർആനിനെ കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ, ഖുർആനുമായൊരു ബന്ധം നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഒരു അരമണിക്കൂർ സമയം, ഒരു മണിക്കൂർ സമയം ഖുർആനിന് നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ, ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കെട്ടടിച്ചു വിട്ട ഒട്ടകം അത് വിദൂരതകളിലേക്ക് ഓടിപ്പോകുന്നത് പോലെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഖുർആനുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഖുർആനിന് നമ്മൾ സ്വാഹിബാക്കണം.
സാഹിബ് എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ്. എപ്പോഴെങ്കിലും കാണുന്ന ഒരുത്തൻ അതല്ല ചങ്ങാതി. എപ്പോഴെങ്കിലും ഒരു റമദാനിൽ തൊടുന്ന ഒന്ന് സാഹിബാവുകയില്ല. പരിശുദ്ധ റമദാനിന്റെ ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം തൊടുന്ന ഒന്ന് നമ്മുടെ സ്വാഹിബാവുകയില്ല. സ്വാഹിബാകണമെങ്കിൽ കാണാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടമുണ്ടാകണം, കാണുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകണം, കൂടെ ചിലവഴിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകണം. അപ്പോഴാണ് ഖുർആൻ സാഹിബാവുക. ഖുർആൻ സാഹിബായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ സാഹിബിനോട് നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് പറയപ്പെടും, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫിദ് ദുനിയാ فإن منزلك عند آخر آية تقرأ بها. നീ കയറി പോവുക സ്വർഗത്തിലേക്ക്. സ്വർഗം ദറജകളാണ്, ഓരോ ദറജകളും ഉയർന്ന സ്ഥാനങ്ങളാണ് റബ്ബ് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് നീ കയറിപ്പോകൂ. സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ മനുഷ്യ, ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെച്ചവരെ, നിങ്ങൾ കയറിപ്പോകുക. സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം എന്താണോ നിങ്ങൾക്കറിയുമോ? ഓതി ഓതി നിങ്ങൾ അവസാനമെത്തിയ ആയത്തുണ്ടല്ലോ, അവസാനമെത്തിയ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, അത്രയും വലിയ ദറജകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആൻ ഓതിയിട്ടുള്ളത്? സ്വഹാബത്ത് ചില സൂറത്തുകളുടെ സാഹിബായിരുന്നു. ഹുനൈനിൽ സ്വഹാബത്ത് പിന്തിരിയുമ്പോ, ചില സ്വഹാബത്ത് പിന്തിരിഞ്ഞോടിയപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, വിളിച്ചു പറയുക, ആ പിന്തിരിഞ്ഞോടുന്നവരെ വിളിക്കുക. എന്താണ് വിളിക്കേണ്ടത്? യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ സാഹിബുകളെ, നിങ്ങൾ തിരിച്ചു വരൂ. അങ്ങനെ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഏതു സൂറത്തിന്റെ സാഹിബാണ്? ഏതു സൂറത്താണ് നമ്മുടെ ഹൃദയത്തോട് സംവദിച്ചത്? ഏതായത്താണ് നമ്മുടെ ഹൃദയത്തോട് സംവദിച്ചത്? അള്ളാഹുവിന്റെ കലാമിൽ 114 സൂറത്തുകളിൽ ഏത് സൂറത്താണ് പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ കേവല പാരായണത്തിനല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അർത്ഥമറിയാതെ കേവലം വായിച്ചു പോകാനല്ല. ഖുർആൻ അല്ലാഹു ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാതിഹി, അവന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കാനാണ്, തദബ്ബുർ നടത്താനാണ്. തദബ്ബുർ നടത്തണമെങ്കിൽ ഖുർആൻ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേട്ടിട്ടുണ്ട്. ഖുർആൻ കേൾക്കുന്നവരാകണം, ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം, ഖുർആൻ കേൾപ്പിക്കുന്നവരാകണം, ഖുർആൻ ഹിഫ്ള് ചെയ്യണം. അതിനപ്പുറത്ത് തദബ്ബുർ എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഒന്നൊരുക്കണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ഇത് കേവലം വെറുതെ ഞാൻ വായിച്ചു പോവുകയല്ല, പരീക്ഷക്കല്ല ഈ ഗ്രന്ഥം ഞാൻ പഠിക്കുന്നത്, വെറുതെ വായിച്ചു പോകാനല്ല. പള്ളിയിലെത്തി ഒരു 10 മിനിറ്റ് സമയമുണ്ട്, ശരി, ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാം, അങ്ങനെ കേവലം ഒരു പാരായണമല്ല. ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്, ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിച്ചാൽ എത്ര ശ്രദ്ധയോടുകൂടെയാണ് ഞാൻ കേൾക്കുക? എന്നേക്കാൾ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന്റെ കലാമാണ്. അതിന് ഹൃദയം തുറന്നുകൊണ്ട് കേൾക്കാൻ നമ്മൾ ഹൃദയത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റേതെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയല്ല നമ്മൾ ഖുർആൻ കേൾക്കേണ്ടത്. ശ്രദ്ധയോടുകൂടെയാണ് നാം ഖുർആൻ കേൾക്കേണ്ടത്. നമ്മളും ഖുർആനും ഒറ്റക്കാകുന്ന ഒരു മുസല്ലയിൽ, ഒരു പള്ളിയിൽ ആരാരുമില്ലാതെ അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ ഹൃദയം തുറന്ന് നമ്മുടെ റബ്ബിന്റെ സംസാരം ഒറ്റക്ക് കേൾക്കുന്ന സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, സാവകാശമാണ് ഖുർആൻ വായിച്ചു പോകേണ്ടത്. വേഗത്തിൽ ഓടി തീർക്കുകയല്ല, വേഗത്തിൽ പാരായണം ചെയ്തു പോവുകയല്ല. പതുക്കെയാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. സാവകാശമാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ആവർത്തിച്ച് ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണം. സ്വഹാബത്ത് ഒരായത്ത് കൊണ്ട് രാത്രി നമസ്കരിച്ചവരുണ്ട്. ഒരൊറ്റ ആയത്ത് കൊണ്ട് രാത്രിയുടെ 1/3 നമസ്കരിച്ച സ്വഹാബത്തുണ്ട്.
ഒരായത്ത് ബഹറാണ്, കടലാണ്, ചിന്തിക്കാനുണ്ടതിൽ, ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിനോട് ചോദിക്കാനുണ്ടതിൽ. സലഫുകൾ പറയാറുണ്ട്, ലാ തസ്തഅജിൽ, ധൃതി കാണിക്കല്ലേ, ഖുർആനിന്റെ മുന്നിൽ നീ ധൃതി കാണിക്കല്ലേ. എവിടേക്കാണ് വേഗത്തിൽ വായിച്ചു പോകുന്നത്? ഖിഫ് ഇൻദ കുല്ലി ആയ, ഖിഫ് ഇൻദ കുല്ലി ആയ, ഓരോ ആയത്തിന്റെ മുന്നിലും ഒന്ന് നിൽക്കണേ. ഒരായത്ത് പാരായണം ചെയ്ത് ഒരൽപ്പനേരം ഒന്ന് നിന്ന് ഒന്ന് ചിന്തിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ലാ തഹ്ദൂഹു ഹസ്സ ശിഅർ, ഒരു കവിത പോലെ ഒഴുകിപ്പോകേണ്ടതല്ല ഖുർആൻ. കവിതയല്ല ഖുർആൻ, പാട്ടല്ല ഖുർആൻ, പാട്ടുപോലെയല്ല ഖുർആൻ ഓതേണ്ടത്, കവിത പോലെയല്ല ഖുർആൻ ഓതേണ്ടത്. നമ്മുടെ ചുണ്ടുകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വരികളല്ല ഖുർആൻ. വലാ തൻസറൂഹു നസ്റ ദഖൽ, ഒരു കർഷകൻ വിത്തെറിയുന്ന രൂപത്തിൽ അങ്ങനെയല്ല നിന്റെ ഖുർആൻ പാരായണം. ഖിഫൂ ഇൻദ അജായിബിഹി, ഖുർആനിന്റെ അത്ഭുതത്തിന്റെ മുന്നിൽ നിങ്ങളൊന്ന് നിൽക്കൂ. മനോഹരമായ ഒരു പ്രദേശം കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ? കണ്ണിനാനന്ദമുള്ള ഒരു പ്രദേശം കണ്ടാൽ, മഹാത്ഭുതങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ? എത്ര സമയം നമ്മൾ ചിലവഴിക്കും? ഖുർആൻ അത്ഭുതമാണ് കൂട്ടരെ, ഖുർആനിലെ ആയത്തുകൾ അത്ഭുതമാണ് മനുഷ്യരെ. ആ ഖുർആനിന്റെ ആയത്തുകൾക്ക് മുന്നിൽ ഖിഫൂ, നിങ്ങളൊന്ന് നിൽക്കണേ. വഹർരികൂ ബിഹിൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ ഒന്ന് ചലനം സൃഷ്ടിക്കണേ. ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കും. കണ്ണുകൾ നനക്കും, ഹൃദയം കരയും. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് സ്വർഗം ചോദിക്കും, റബ്ബിനോട് നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കും. നാലാമത്തെ വിഷയം, ആയത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എന്തു വരണം, എൻ്റെ ജീവിതവുമായി ഈ ആയത്ത് എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കണം. ഖുർആനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സലഫുകൾ ഖുർആൻ ഓതുകയാണ്, നമ്മൾ ഓതിയ ആയത്തുകൾ തന്നെ അവരുടെ തദബ്ബുർ നമ്മളൊന്ന് ആലോചിക്കണം. സലഫുകൾ ഓതുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ റബ്ബ് പറഞ്ഞല്ലോ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഫിർഔനിനോട് പറയേണ്ടത് ഖൗലുൻ ലയ്യിൻ, മൃദുവായി സംസാരിക്കണം. ഫിർഔനിനോട് മൃദുവായി സംസാരിക്കണം. നമ്മുടെ മുൻഗാമികളുടെ കണ്ണ് നനഞ്ഞു ഈ ആയത്ത് കേട്ട്. എത്ര തവണ നമ്മൾ കേട്ടു? അവരാലോചിക്കുകയാണ്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് പറഞ്ഞ ഫിർഔൻ. ആ ഫിർഔനിനോട് പോലും റബ്ബ് പറയുന്നത് ഖൗലുൻ ലയ്യിൻ എങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പ്രഖ്യാപിക്കുന്ന അബ്ദിനോട് അല്ലാഹുവിന്റെ കാരുണ്യം എത്രയായിരിക്കും? ഇതാണ് തദബ്ബുർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പ്രഖ്യാപിക്കുന്ന അബ്ദിനോട് അല്ലാഹുവിന്റെ കാരുണ്യം എത്രയായിരിക്കും? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, കണ്ണ് നനയാൻ. എന്താണെന്നറിയോ? വഇദാ സഅലക ഇബാദി വഇദാ സഅലക അന്നാസ് എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യര് ചോദിക്കുന്നു എന്നെ കുറിച്ച് പറയുക, ഞാൻ സമീപസ്ഥനാണ്. പക്ഷെ റബ്ബ് പറഞ്ഞത് നാസ് എന്നല്ല. വഇദാ സഅലക ഇബാദി, എൻ്റെ ഇബാദ്, എൻ്റെ അടിമകൾ. ആ ഇബാദിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ റബ്ബിന്റെ സ്നേഹം അറിയും, നമ്മുടെ കണ്ണ് നനയും. നമ്മൾ പിന്നെ ഏതെങ്കിലും ജാരങ്ങളിലേക്ക്, ഏതെങ്കിലും വസ്തുക്കളിലേക്ക് നമ്മുടെ കൈകൾ നീളില്ല. ആ റബ്ബുമായുള്ള അടുപ്പം ആ ഇബാദിയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, റബ്ബിനോട് നമ്മൾ ചോദിക്കും. ഒരു ഹദീസ് കൂടെ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഭൗതികമായ പഠനത്തിനു വേണ്ടി എത്രയോ സമയങ്ങൾ, എത്രയോ കാലങ്ങൾ ചിലവഴിച്ചവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഗൗരവമേറിയ ഒരു ഹദീസുണ്ട്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ആലിമിൻ ബിദ്ദുനിയ വജാഹിലിൻ ബിൽ ആഖിറ. അള്ളാഹുവിന് കോപമാണ് ദുനിയാവിന്റെ വിഷയത്തിൽ ആലിമുകളായ,
ആഖിറത്തിന്റെ വിഷയത്തിൽ ജാഹിലുകളായ ആളുകളുടെ വിഷയത്തിൽ റബ്ബിന് കോപമാണ്. പ്രിയമുള്ളവരെ, നമ്മളേതിൽപ്പെടും? ദുനിയാവ് പഠിച്ച് അള്ളാഹുവിന്റെ കലാം അറിയാത്ത, ഖുർആൻ അറിയാത്ത, നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയ അവന്റെ കലാമിനെ കുറിച്ച് പഠിക്കാത്ത, അറിയാത്ത ജാഹിലുകളാണ് നമ്മളെങ്കിൽ, പ്രിയമുള്ളവരെ, റബ്ബിന് കോപമാണ്, റബ്ബിന് വെറുപ്പാണ്. ആ വെറുപ്പുള്ളവരിൽ നമ്മൾ ഉണ്ടാകരുത്. നമുക്ക് ഖുർആനിന്റെ മുന്നിൽ, ആയത്തുകളുടെ മുന്നിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അതിനാണ് QHLS, അതിനുവേണ്ടിയാണ് അന്നൂർ സംവിധാനങ്ങൾ. കുടുംബസമേതം QHLS ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. ഖുർആനിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും, നിർഭയത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ പഠനം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കാൻ, കുടുംബസമേതം ഖുർആൻ ക്ലാസ്സുകളിലേക്ക് എത്താൻ, നമ്മുടെ തീന്മേശകളിൽ ഖുർആന്റെ ചർച്ചകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.